പ്ലീസ് ശീല, നമുക്കിതെങ്ങനെയെങ്കിലും ശരിയാക്കാം. ഞാൻ കോൺട്രാക്ട് കൊടുത്തിരിക്കുക. എന്നാലും നമ്മുടെ കണ്ണിലച്ച പ്രശ്ന. ശരി വാടോ ചോദിക്കട്ടെ. അക്കൗണ്ട്സ് കംപ്ലീറ്റ് അപ്ഡേറ്റഡ് ആണ്. B.Ed കോഴ്സിന്റെ കംപ്ലീറ്റ് ഫോളോ ഫയൽസും ഇന്ന് തന്നെ വീട്ടിലെത്തിക്കണം. നാളെ മിനിസ്റ്ററായിട്ട്. താൻ സ്കൂൾ മാഷല്ലേ? ഞാൻ ശ്രീദേവി മാഡത്തിന്റെ പെർമിഷൻ മേടിച്ചാണ്. മാത്രമല്ല സ്കൂൾ ഡ്യൂട്ടിയെ ബാധിക്കാത്ത രീതിയിലുള്ള അഭിനയം. മാത്രമല്ല അഭിനയം എൻ്റെ രക്തത്തിലുള്ളത്. ആ സീരിയലിൽ വല്ല പോസിറ്റീവ് ക്യാരക്ടറൊന്നും എനിക്ക് ചെയ്തുകൂടെ? വില്ലനാവാൻ പറ്റിയൊരു विलन का रोल देगा सर. എണ്ണം എൻ്റെ ഫ്രീസ് എൻ്റെ മോത്ത. ഇവിടെ തന്നെയുണ്ട്. വരാൻ പറഞ്ഞ വരണം, മനസ്സിലായോ? कसम എന്റെ करो ഒറ്റയാളുടെ വാക്കിന്റെ പുറത്ത് എന്താണോ ഇത്? സോറി സാർ, ടെൻഷൻ കാരണം. ടെൻഷൻ അതൊന്നും എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കാതിരുന്ന നിനക്ക് നല്ലത്, മനസ്സിലായോ? कसम करो से वो सोच रहा है कि इससे कुछ हो गया. आप खुश हो गए हो पर जाएंगे. ये तो सुर का था. आगे पहुंच गए अपने गांव. എടോ താനാള് കൊള്ളാലോടോ. वहाँ पर कर വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ആരുടെയെങ്കിലും കൊടുത്തയക്കായിരുന്നു. ഈ സാധനം നമ്മൾ തന്നെ ഒഴിച്ചു കളഞ്ഞല്ലേ പറ്റൂ. താൻ ഒഴിക്കടോ. മുകേഷ് സാറിൻ്റെ കൂടെ ഇങ്ങനെയൊന്നും മൂത്രമൊഴിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ മൂത്രമൊഴിക്കും. ഇത്തിരി പുതിയതല്ലടാ. നോക്ക് ഇങ്ങോട്ട് തന്നെ. നീ നോക്കാറായിട്ടില്ലേ? നീ ചെറുക്കണേ. पता नहीं भाई കാണിച്ചു വെറുതെ. അമ്മയുടെ ചമ്മന്തിയാ ഉഗ്രൻ. दोस्त പ്ലീസ്. होंगे शायद. എനിക്കിഷ്ടം അമ്മയുടെ മോര്. यही दिख रहा था घर അമ്മേ അമ്മേനെ മോര് दोस्त होंगे शायद. ഇത് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഗ്യാസ് ഒന്ന് കത്തിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗുരുവായൂരപ്പം വന്ന് കത്തിച്ചു തരുമോ? ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? ഒരു ഗുരുവായൂരപ്പനും തീപ്പെട്ടിയും. അവനോട് തീരുമാനം എടുത്തോളാം ഞാൻ പറഞ്ഞല്ലോ. കുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് പോയി അങ്ങോട്ട് കാണാം. അല്ലാണ്ട് വെറുതെ അവരെ ബോംബെന്ന് വരുത്തി ബുദ്ധി മറന്നു. ആദ്യം സ്വന്തം മോന്റെ കാര്യം നോക്കൂ, എന്നിട്ട് മതി ദൈവത്തിന്റെ കാര്യം. B.Ed എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല അല്ലേ? നമ്മുടെ അത്ര തറവാടികളൊന്നുമല്ല. നിനക്ക് നല്ലോണം ബോധിച്ചെങ്കിൽ മാത്രം മതി കേട്ടോ. എനിക്കിത് കേൾക്കുമ്പോഴാ किसी की शादी करवाना चाहते हैं उस എന്ത് लड़के പിന്നെ से. ആഴ്ചയിൽ നിന്നെ പോലെ പെണ്ണ് കണ്ട് കിടക്കലല്ലേ എൻ്റെ പണിയെന്നല്ലേ? ആ തന്നെ. ആശ്രമങ്ങളാണ് ഒരു മനുഷ്യന്റെ ആയുസ്സിന്. ഗാർഹസ്ഥ്യം ഒരു പീഡനാണെങ്കിലും അത് അനുഭവിക്കേണ്ട. പകരം വരുമ്പോ ഞാൻ എന്താ പറയണ്ടേ? എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്ത് പറയാൻ? എൻ്റെ കുറവുകളൊക്കെ പറഞ്ഞു. करना नहीं चाहता शादी और कुट्टी होने का आनंद. कर रहे इसकी शादी. എന്തായാലും അവർക്ക് എതിർപ്പൊന്നും वो ഉണ്ടാവില്ല चाहता മോനെ. है शादी कर ले. वो नहीं चाहता शादी करना. इसी बीमारी की वजह से शायद वो പറയണത് ഒരു യോഗ. അത് നടക്കേണ്ട സമയമാകുമ്പോ നടക്കും. അയ്യോ, എനിക്ക് തന്നെ चला गया. अच्छा करके देखो. लड़की से बात करेगा तब तो. ഉണ്ടോ? പിന്നെ ഐ എം ദ ഇംപ്ലിമെന്റേഷൻ ടീം. അല്ലേ? ഞാനും കുറെയൊക്കെ അങ്ങനെ തന്നെയാ. പിന്നെ അച്ഛന് ജോലി ബോംബെയിലായോണ്ട് അവിടെ ജീവിച്ചു എന്നേ ഉള്ളൂ. बॉम्बे में रहता. കംപ്ലീറ്റ് കൊല, വെടിവെപ്പ്, രോഗങ്ങൾ അപ്പൊ ഇവിടെ അതൊന്നും ഇല്ലെന്നാണോ? ഉണ്ട്. പക്ഷേ ആ അത് വളരെ നന്നായി. ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ചില സമയത്ത് ഇങ്ങനെ अच्छा वो राजी हो गई. സുഖമുണ്ട് കേട്ടോ. പാട്ട് എഴുതൂ. ഞാൻ 8ാം ക്ലാസ് വരെ പാട്ട് പഠിച്ചതാ. പിന്നെ ബോറടിച്ചു. ഓ ഇത് അങ്ങനെയൊക്കെ തന്നെയാ. ചുറ്റിലും ഒരുപാട് പേര് സഹായിക്കാണ്ടെന്നുള്ളതൊക്കെ വെറും ഒരു തോന്നലാ. അതും ശരിയാ. ഇറങ്ങട്ടെ എന്നാ. നൈസ് മീറ്റിംഗ്. നൈസ് മീറ്റിംഗ്. इसके घर पे गाना गा रहा है. വലം കയ്യാൽ മുഖം മറച്ചു. इसकी बेटी डांस कर रही. ये बोल नहीं सकती क्या? അവള് പുതിയ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശ്രുതിയെ കാണിക്കുന്ന കാര്യ.
पता नहीं क्या दिखाना चाह रहे हो उसे. എന്താ പറ്റിയേ? സമ്മതമാണെന്ന് സുധിയുടെ അച്ഛൻ പെൺവീട്ടുകാരെ വിളിച്ച് പറഞ്ഞു. പെൺവീട്ടുകാരുടെ ഭാഗത്തൊന്നും പിന്നെ റെസ്പോൺസ് ഒന്നുമില്ല. शायद कैंसिल हो गया वहाँ. സനി Cancel होने से कोई വിശ്വസിക്കാൻ response ഇപ്പോഴും नहीं आया. പലർക്കും ബുദ്ധിമുട്ടാണ്. अच्छा जवाब नहीं दे रहे. അത്രയ്ക്കായിരുന്നു അത്ര പൊരുത്തം. ഈ സെന്റ് സ്റ്റീഫൻസിലേക്ക് ജോലി കളഞ്ഞ ക്കാലോ ഡൽഹിയിലായിരുന്നപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ പ്രോബ്ലം. എൻ്റെ ഇനിയുള്ള കരിയറൊക്കെ ഇവളെ ചുറ്റിപ്പറ്റിയേ ഉള്ളൂ. क्या बोल रहे हैं? എന്താ ഒന്നിങ്ങോട്ട്. നിർമ്മലയുടെ ഈ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരുപാട് നാളായി इससे प्यार करता है क्या ये आदमी? ഒന്ന് പോ ഗ്രിഗ. ഗ്രിഗൻ എന്താ വട്ടായോ? ഒരുപാട് ആലോചിച്ച് ചോദിക്കുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിർമ്മലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? ऐसा करते हुए इसकी फैमिली होगी. अच्छा एक्टिंग ഇപ്പൊ രാത്രി പല്ലിയച്ചില്ലെങ്കിൽ എന്താ? പല്ലിയേക്കണ്ട കിടന്ന് എനിക്ക് ഉറക്കം വരില്ല എന്ന് നിനക്കറിയില്ലേ? നിങ്ങളിന്ന് ഉറങ്ങണ്ട, ഒന്ന് മാറി നിൽക്കൂ. ഹലോ, अच्छा आगे ബോംബെന്ന് ബാലകൃഷ്ണനാ. മനസ്സിലായോ? ആ മനസ്സിലായി മനസ്സിലായി. ശീലടാച്ചൻ उदास हो गया था. സന്തോഷം. ആ, पता नहीं क्या बोला उन्होंने. എന്താ? അയാൾക്ക് പെട്ടെന്ന് ബോംബെക്ക് अच्छा तैयार हो गया. ഞാനൊരു ചുറ്റുവിളക്ക് നേർന്നായിരുന്നു. ദേ, തീരുമാനം നിന്റെയാ. ഞാൻ എന്താ അവരോട് കെട്ടിപ്പോണ വെച്ചാൽ കെട്ടിപ്പോട്ടെ. അല്ല അപ്പൊ എന്താ നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് മതിയല്ലേ? എന്താ ഇത്ര ആലോചിക്കാൻ? ഇന്നേ ആയിക്കോട്ടെ ആയിക്കോട്ടെ. खुश हो गई. पहले उदास हो गया था जब वहाँ से कोई कॉल ही नहीं आया था. इसे लग रहा था मतलब उन्होंने रिजेक्ट कर दिया. वीडियो कॉल हो रही है. अरे कंप्यूटर से होती वीडियो कॉल है. इसका दोस्त ही है ये. शादी कैसे सोच रहा है. आज उसी उसमें बैठा था. इसका लाज कर रहा है. നാട്ടുപാത താണ്ടിയൊന്ന നാളുവരാ നിമിഷമെണ്ണി दोस्त का सीरियल. എന്റെ ജനലരികിലിന്ന് ഒരു പൂവിരിഞ്ഞു. इसकी एक गर्लफ्रेंड है. പൂവേ Imagine करना है. कल इसकी एंगेजमेंट है ना. ഇരിക്കുമ്പോൾ തന്നെ കൈയും കല്ലും മറിക്കുക. എൻഗേജ്ഡ് എന്നാൽ എൻഗേജ്ഡ് ഇൻ പ്ലീസിംഗ് യുവർ ഫിയാൻസി. हुआ नहीं मैं तब से. എൻ്റെ ഒരു സമാധാനത്തിനെങ്കിലും. ടെൻഷൻ ഉണ്ടോ? किसी ऐसी जगह जाता है जहाँ പറയുന്നത് भीड़ തന്നെ ഒരു होती है. കോംപ്രമൈസ് ആണ്. इसके पास पता नहीं क्यों आए. मैं तो कोई नहीं जा रहा इसके पास. അതുമല്ലെങ്കിൽ കയ്യിലൊരു കുട്ടി, അതാണ് കല്യാണം. ലോകത്തിൽ ഇന്ന് വരെ ഒന്ന് നേരെ ചോ കഴിഞ്ഞാലല്ലോ ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അതെന്താ ചന്തി, അതാണ് ഇത്രയും എക്സ്പെൻസ് വരുന്നത്. പൈസയൊക്കെ ഞാൻ തരാം. ഡോക്ടർ നാളത്തെ കാര്യം ഒന്ന് പറയും. ഓക്കെ. ആ ഇതാണ് എന്ത് പറഞ്ഞാലുമുള്ള എൻ്റെ ഈ നെഗറ്റീവ് തിങ്കിങ് ആണ് നീ ആദ്യം മാറ്റേണ്ടത്. അണ്ടർവെയർ എന്ന് ഞാൻ കല്യാണ സംബന്ധമായ ചടങ്ങുകൾക്കൊന്നും ഞാൻ പോവാറില്ല. അതെന്താ? ദുരന്തങ്ങൾ എനിക്കിഷ്ടമല്ല. മാത്രമല്ല इसकी वाइफ नहीं है बैंगल शादी. ഒറ്റപ്പാലം മംഗലത്ത് വീട്ടിൽ ബാലകൃഷ്ണന്റെയും പരേതയായ വിമലയുടെയും മകൾ ഷീലയും ആലത്തൂർ
മാസം 30-ാം തീയതി നോക്കടി, कैमरा का काम भी कर रहा है മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ വിവാഹം നടത്തി കൊടുക്കുവാൻ बात हो रही है वहाँ पर ना अच्छा कुंडली दे रहे हैं ടെൻഷൻ ഉണ്ടോ? रिंग पहनानी है എപ്പോഴും വേണ്ട മര്യാദയ്ക്ക് മോതിരിടണം. ഇത് വരില്ല. डरा हुआ है वो മോളെ पहना दी उसने उसके हाथ कांप रहे पहना दी उसने ജയൻ, ബിജു, മോഹൻ. इसके दोस्त ആ, हैं എനിക്കറിയാലോ. ചെലവെപ്പോഴാ? खराब लग गया उसे हंसना ഇവരെപ്പോഴും ഇങ്ങനെ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇത് ശ്രീധരൻ മാമ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് സ്കൂളിലാ ജോലി? अरे स्कूल का नाम पूछ रहा है किस स्कूल में काम करते हैं ഇവിടെ അടുത്ത് തന്നെയാ. ശരി ശരി. उसे करीब जाने की കുറച്ച് കേറി നിന്നോ. എന്നിട്ട് അടുത്ത് കയറി. सरवार അറിയാവോ സുധിയേട്ടാ? इसकी सहेली तो नहीं आ गई कहीं ഹേയ്, അതൊന്നും വേണ്ട. പ്ലീസ്, ഇതൊക്കെയല്ലേ ഈ ദിവസത്തിന്റെ ഒരു അതൊക്കെ ബോറാവും. ചേച്ചിയുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ലൊരു ക്വാളിറ്റി. कैसे बोलेगा वो बोल ही नहीं पाता पहले ഏയ് അല്ല, ഞാൻ പറഞ്ഞാ മതിയോ? ഏയ് പറ്റില്ല പറ്റില്ല, ഫസ്റ്റ് ടേൺ ചേട്ടന്റെ. ഫസ്റ്റ് ക്വാളിറ്റി സിൻസിയറിറ്റി. उसके रंग दर्द हो गई മ്യൂസിക്. घबराहट में वो बोल नहीं पाता പോരെ. वो पहले से बहुत डरा हुआ था ना अपनी प्रॉब्लम की वजह से ये लड़की भी उदास हो गए देखो റെഗുലറായി വീഡിയോ ചാറ്റ് ചെയ്യാറുണ്ടെന്നല്ലേ പറഞ്ഞത്? അന്നൊന്നും ഇത് തോന്നിയില്ല? അറിയായിരുന്നു, പക്ഷെ അതിന്റെ ഒരു ഇന്റൻസിറ്റി ശരിച്ചോണ്ടിരുന്നാ മതിയോ? ബാംഗ്ലൂരുള്ള എൻ്റെ ഒരു പഴയ നെയ്ബർ ഇപ്പൊ ഇവിടെയുണ്ട്. ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ആ കക്ഷി. उसके डैड आ गए നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നിൽക്കണേ എന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്നുമില്ല അച്ഛാ. ये तो रोने लग गए അമ്മയെ ഓർമ്മ വന്നു. उसी चीज़ के बारे में सोच रही है ना उसके जो प्रॉब्लम happy है कि ओ शादी का कार्ड छप गया നോക്കിയോ ഷീലെ, നന്നായിട്ട് കുറച്ച് ക്യാപിറ്റേഷൻ കൊടുക്കേണ്ടി വരും, എന്നാലും ലാഭാ. ज़्यादातर भगवाता അങ്ങനെ जब ഒരു ജോലി എനിക്ക് വേണ്ട സുധി. ज़्यादा लोग होते हैं ना तब जब इसे बोलना होता है ये किसी नए आदमी के सामने ഇവിടുത്തെ കൊള്ളാവുന്ന ഒരു സ്കൂള് ഇത് മാത്രമേ ഉള്ളൂ, അതാ. മുംബൈയിൽ ട്രൈ ചെയ്യാം, അവിടെ കുറെ. ये मुंबई में जॉब करना चाहती है വൈ ഷീല പറഞ്ഞത് ഇവിടെ ഇഷ്ടമാണല്ലേ? നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് മൈ കരിയർ, അതും ഞാൻ പറഞ്ഞു. मुंबई में करना चाहती है जॉब ये बोल रही है ना ഷീല പറഞ്ഞോളൂ. സുധി പറഞ്ഞു. अरे वो तो बोल नहीं पाता ना तब उसे दे रहा हूँ नहीं उसको तो प्रॉब्लम होती है बोलने में जानबूझ के कर रही है രണ്ടുവാടാ. गुस्सा है उसे ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യണേ സാറേ. നിങ്ങൾ ആലോചിച്ചിട്ട് ഓർഡർ ചെയ്താൽ മതി, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഈ വീക്കെൻഡ് പിന്നെ പെണ്ണ് ഭ്രാന്തട്ടോ. ये लड़की को नहीं दे सकती ऑर्डर ഒരു മിനിറ്റ്. സുധി നമുക്ക് പോവാം. അയാളെ കണ്ടിട്ട് ഒരു മനുഷ്യപ്പനുണ്ടെന്ന് തോന്നുന്നു. करेगा भी जबरदस्त बोलने की വേറെ എന്തെങ്കിലും? हाँ वैसे बताया उसने वो चाहती थी बोल रही हैं उसे भी खराब लग रहा है എന്താടാ? എന്ത്?
സന്തോഷമായിട്ട് उसके पापा समझ गया കല്യാണത്തിന്റെ കാര്യം ഓർത്ത് നീ ടെൻഷനൊന്നും അടിക്കണ്ട. അതൊക്കെ നോക്കാൻ ഞങ്ങളില്ലേ ഇവിടെ. കല്യാണി വരൂ കേട്ടോ, വരൂ. ഞാൻ പറമ്പിലായിരുന്നേ. ആ इससे घर चलेगा ना അല്ല, ഇവിടെ ഇത്ര വലിയ ക്ലോസ് ഫ്രണ്ട്, നമ്മൾ ഒരുമിച്ച് വന്ന് ക്ഷണിക്കാം. इसके दोस्त के घर जा रखा. अच्छा റിയ ഫസ്റ്റ് കസിൻ ആണോ? അച്ഛൻ്റെ ചേച്ചിയുടെ മോളാ. ആഹാ, ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. ഇരിക്കൂ. നിങ്ങളെന്താ ചെയ്യുന്നത്? स्पीच थेरेपिस्ट. अच्छा പേഴ്സണൽ കല്യാണം. എനിക്കൊന്ന് ബാംഗ്ലൂർക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി വന്നേനെ. क्या कर रही है? कार्ड वापस दे रही है क्या? അമ്മൂമ്മ എന്തായാലും വരൂ കേട്ടോ, പായസത്തിന്റെ ആളാ. गुस्सा आ गया उसे. സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ആൻഡ് ദ ഫസ്റ്റ് തിങ് യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് സുധിയുടെ ഈ സ്റ്റാമറിംഗ് ഇഷ്യൂവിന് അതിനൊരു പെർമനന്റ് कोई परमानेंट सॉल्यूशन नहीं है. അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് പിന്നെ ഇത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ആലോചിക്കാം. ആ അക്സെപ്റ്റൻസ്, അതാണ് പലർക്കും ബുദ്ധിമുട്ട്. ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ്. മെഡിക്കലി സ്റ്റാമറിംഗ് ജന്മനാ ഉള്ളൊരു ന്യൂറൽ ഡിസോർഡർ ആണ് ഇൻ മോസ്റ്റ് കേസസ്. സോ उदास होकर चला गया. अकेले चला गया. उसको खराब लगा ना, उसने सिर्फ बिना बताए वहाँ लाया. हाँ, बताना चाहिए था ना. अकेले अकेले चला गया. क्या എങ്ങടെ സ്കൂളിൽ നിന്ന് മുങ്ങിയേ? ഗ്രേഗ് നാളെ പോണല്ലോ, നമുക്കിന്ന് എന്റെ വീട്ടിൽ കൂടിയാലോ? കുപ്പി റെഡിയാണ്. ഞാനില്ല, ഞാൻ പോവാം. അവിടെ നിന്റെ വീട്ടിലാണെങ്കിലേ നിന്റെ അച്ഛൻ ആകെ കശവിശുണ്ടാക്കുന്നു. ആ പരിപാടി ഈ ഗ്രേഗൻ ദാസ് സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. पार्टी करवाने कुलरानी खिला रहे हैं. सब कुछ गड़बड़ चल रहा है उसकी लाइफ में. ഇതാ അവന്റെ കുഴപ്പം. ഇവൻ പിടിച്ച മൊയിലും 10 ചെവി, ബാക്കിയുള്ളവർ അതെല്ലാം അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്യണം? ഞാൻ लड़ाई हो गया. കുഴപ്പം പൊട്ടി ഓടിക്കറിയാത്ത കുഴപ്പം. അവനെ വിറ. സുധി, बाकी സുധി നിക്കടാ. എന്താടാ? എന്നെ ഒരാൾ മനസ്സിലാക്കരുത്. उसका ये दोस्त ठीक है, बाकी तो ऐसे ही हैं. हाँ, टपोरी जैसे. शीला की मिस कॉल आ रही है. आई एम सॉरी व्हाट हैपेंड टुडे. अच्छा, माफी मांगी उसने. PT അക്കൗണ്ട്സ് ആണ് സീരിയസ് മിസ്മാച്ച്. അടുത്ത ഓഡിറ്റിംഗിൽ ഇത് यहाँ आ गई मिलने के लिए. നേരെ ചൊവ്വ നടത്താൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് ജോലിക്കെന്നും പറഞ്ഞ് രാവിലെ എഴുന്നള്ളത്? സുധി എന്നാ പോയിക്കോ, വെറുതെ ശീലയെ നിർത്തി ബോറടിപ്പിക്കണ്ട. കുറുപ്പ് സാറിനോട് ഞാൻ പറഞ്ഞോളാം. എന്തെങ്കിലും ഷീലയുടെ കല്യാണം വെയിറ്റ് ചെയ്യല്ലേ? സുധി, ഒരു മിനിറ്റ് ഒന്ന് ഇരുന്നാലോ? पता नहीं क्या बोलेगा. कैंसिल करने तो नहीं आ रही. കുറേ നേരം നിന്നിട്ടാവുള്ളൂ. കുടിക്കാൻ വെള്ളം. ആ ചോളൂ. ഞാൻ ഒരുപാട് ആലോചിച്ചു. എന്താ ഷീല പറഞ്ഞേ? എനിക്ക് മനസ്സിലായില്ലേ? അതിന് മാത്രം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഷീല. ഷീലയ്ക്ക് പോവാം, ഞാൻ ജോലി റിസൈൻ ചെയ്യാം. ആസ്മയൊന്നും ഇപ്പോൾ വലിയ ശല്യമല്ല. പ്ലീസ് ഷീല, നമുക്കിതെങ്ങനെയെങ്കിലും ശരിയാക്കാം. ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടായി. ഞാനിത് സുധിയോട് നേരിട്ട് പറയാനാ കഴിഞ്ഞിട്ട് ഇത് നടന്നില്ല വെച്ചാൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. खुद ही मना कर रहे थे वो. उसकी बीमारी की वजह से थे कि अपना उसको समझ नहीं पाई ना वो. वैसे वो बाहर से पसंद था उसे वो. ശ്രുതി വേണമെങ്കിൽ കുറച്ച് ഉറങ്ങിക്കൊള്ളൂ. പകുതി ദൂരെ ആയുള്ളൂ. फर्स्ट मीटिंग में वो ज़्यादा मतलब हकलंड आता ना. सही से बात की उसने. फिर उसे लगा कि मतलब ऐसी हल्की फुल्की छोटी छोटी प्रॉब्लम होगी.
पर धीरे धीरे जब उसने उसकी प्रॉब्लम को करीब से देखा